ക്യാമ്പിലേക്ക് റിക്വസ്റ്റ് അയച്ചിട്ടുണ്ടോ? ഓ സർ. നടപടികൾ എത്രയും വേഗത്തിലാക്കണം, വെച്ച് ലേറ്റാക്കരുത്. ഓക്കെ. ആ അലക്സേ, എന്നാ സാറേ വിളിപ്പിച്ചേ? ആരായി അബ്ദു? നാട്ടിലെ എൻ്റെ ഒരു കൂട്ടുകാരനാ. അയാളൊരു വിവരം ഇവിടെ അറിയിച്ചിട്ടുണ്ട്. ഞങ്ങളത് അന്വേഷിച്ചു. കുറച്ചു മുമ്പ് അത് കൺഫേം ചെയ്തു. അലക്സ് വിഷമിക്കരുത്. ഇന്ന് രാവിലെ അലക്സിൻ്റെ പെങ്ങൾ കത്രീന മരിച്ചു. ഇന്ന് തന്നെ അടക്കുന്നതാണ് അബ്ദു പറഞ്ഞത്. എസ്കോട്ട് വരാനുള്ള അപേക്ഷ എഴുതാണ്. എന്നിട്ട് അലക്സ് പോയി പെങ്ങളെ കണ്ടിട്ടു. ഹലോ. ആ സാർ. ഓക്കെ ഓക്കെ ശരി സാർ. അത് എസ്കോർട്ട് ഡ്യൂട്ടിക്ക് ഇന്ന് ക്യാമ്പിൽ നിന്ന് ആളെ കിട്ടുമെന്ന് തോന്നുന്നില്ല. ഓ, രാഷ്ട്രപതിയുടെ സന്ദർശനമാണ് കാരണം. അലക്സ്, അപ്പൊ പിന്നെ എസ്കോട്ട് പരോള് റദ്ദാക്കാനേ നിവർത്തിയുള്ളൂ. അപ്പൊ പിന്നെ എൻ്റെ കത്രീനെ കൊച്ചിനെ ഒന്ന് കാണാൻ പറ്റിയല്ലേ സാറേ? എന്നെ ഒന്ന് അവളുടെ അടുത്തേക്ക് എത്തിക്കാൻ പറ്റത്തില്ലല്ലേ? ഒരു പിടി മണ്ണ് പോലും വാരിയിടാൻ ഒക്കത്തില്ല. എന്താണ്ടാ സുഖം സർ. ഇപ്പോഴും ഉണ്ടോടാ നിന്റെ പഴയ പരിപാടിയൊക്കെ? ആരാ മനസ്സിലായില്ല? ഡോക്ടറെ, ഇവന് ഇതിന്റെ ഡോസ് കുറച്ച് കൊടുത്താൽ മതി. പറയുമല്ലേ സാറേ, എൻ്റെ പെങ്ങളും ഞാൻ അറിഞ്ഞു. തടവുകാരുടെ വിഷമങ്ങൾ ഒരു പരിധിവരെ ഞങ്ങളെയും വിഷമിപ്പിക്കാറുണ്ട്. ഈ യൂണിഫോം ഇട്ടുകൊണ്ട് ഒരു പരിധിക്കപ്പുറം എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. അലക്സിനെ എനിക്ക് സഹായിക്കണമെന്നുണ്ട്. സാർ, അലക്സിനെ ഒരിക്കൽ കൂടി പരോൾ ബോർഡിൽ വെച്ചാലോ? അഡ്വൈസറി ബോർഡിൽ പാസ്സാവുന്നതാവട്ടെ. നോക്കാം. നടക്കുമോ സാറേ? ഒരു പ്രാവശ്യം നടക്കാതെ പോയതല്ലേ? നടക്കും. ബി പോസിറ്റീവ്. പോലീസ് റിപ്പോർട്ട് ആവശ്യപ്പെട്ട് ഒന്നുകൂടി അയക്കണം. യെസ് സർ. അലക്സിൻ്റെ നിന്ന് ഒരപേക്ഷ കൂടെ വാങ്ങിച്ചോളൂ. ശരി സർ. എല്ലാം ശരിയാവുന്നേ. റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ആഹാ, അലക്സിന്റെ പോലീസ് റിപ്പോർട്ട് അനുകൂലമാണല്ലോ. മേശ്രി, ഇന്നിനി യാത്ര പറയാൻ നിൽക്കണ്ട, ഒക്കോ. സാറേ, 4 പേര് കൂടാതെ 5 മെഡിക്കൽ കോളേജ്, 1 ഞാൻ. 10 പേരുടെ എണ്ണം കുറച്ചേക്കണേ. ഓക്കെ, ശരി. നാളെ ആണിക്കും സൽമാനും കേസുള്ളത് മറന്നു പോലെ. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. എന്നാ വരട്ടെ. ശരി എന്നാ. സാറേ. അലക്സേ, ഇതാ ഇവിടെ ഒപ്പിട്. എന്താടാ ഇത്തവണ പാട്ടും ബഹളമൊന്നും ഇല്ലേ? ഇല്ല സാറേ. അലക്സേ, തിരിച്ചു കയറാനുള്ള ഡേറ്റ് മറക്കണ്ട. അടുത്ത മാസം 10-ാം തീയതി 5 മണിക്ക് മുൻപ്. പിന്നെ കേസിലൊന്നും പെടാതെ സൂക്ഷിച്ചോണം. എന്നാ വരട്ടെ സാർ.
സാറേ, ഞാൻ അലക്സ് പരോളിൽ ഇറങ്ങിയതാ, ഒപ്പിടാൻ വന്നതാ. ആ പഴയ അടിവാരം കേസ്. ആദ്യത്തെ ഒന്ന് എസ് ഐ സാറിനെ കണ്ടിട്ട് വാ, എന്നിട്ട് ഒപ്പിടാം. ഓ, ഓക്കെ, ഞാൻ വിളിക്കാം. അലക്സ്, ആ, ജയിലിലെ നല്ല അടപ്പ് ഇവിടെ നാട്ടിലും കണ്ടേക്കണം. ഓ, വെറും 15 ദിവസം മാത്രമേ ഉള്ളൂ, അറിയാലോ. അറിയാം സാർ. കേസുമായി ബന്ധപ്പെട്ട ആരുമായിട്ടും യാതൊരു പ്രശ്നം ഉണ്ടാക്കിയേക്കരുത്. ഓ, എന്നാ ഒപ്പിട്ട് വയ്ക്കോ. അലക്സേ, നീ എന്താ ഒന്ന് വിളിച്ചു പറയാ പോലും ചെയ്യാണ്ട് വന്നേ? ഇതല്ലേ എൻ്റെ ഒരു ഭംഗി. ഹസീന, ഇതാരാ വന്നിരിക്കുന്നത് നോക്കിയേ. വാ, കേറി വാ. ഇതാരാന്ന് മനസ്സിലായ എനക്ക്? ഇല്ല, ഇത് നമ്മുടെ അലക്സാടി. ഇക്ക എപ്പോഴും നിങ്ങളെ പറ്റി പറയും. വാ, കേറിയിരിക്കേ. ഇരിക്കേ, ഇവിടെ ഇരിക്കെ. നിങ്ങൾ സംസാരിച്ചിരിക്കും, ഞാൻ ചായ എടുക്കാം. എൻ്റെ ഒരു അകന്ന ബന്ധത്തിലുള്ളതാ. ബന്ധുക്കളെല്ലാവരും കൂടെ ആലോചിച്ച് പെട്ടെന്ന് അങ്ങോട്ട് നടത്തി. മോള് വാ. ഇവളെ മനസ്സിലായ? പിന്നെ കത്രീനയുടെ അതേ മുഖമല്ലേ അവൾക്ക്. നീ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? +1. ആഹാ. കത്രീന മരിച്ച പിന്നെ വർഗീസ് മുഴുക്കുടിയനായി. വീട്ടിൽ തന്നെ വാറ്റും കുടിയും. എപ്പോൾ നോക്കിയാലും പോലീസുകാരും എക്സൈസുകാരും. പെങ്കൊച്ച അവിടെ നിർത്തിയാൽ ശരിയാവില്ലെന്ന് എനിക്ക് തോന്നി. ഞാൻ ഇവിടെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നു. അവൻ്റെ ഈ പ്രവൃത്തി കാരണം മനം നൊന്നിട്ടായിരിക്കും കത്രീന പോയത്. ഇവിടെ വരാറുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് വരും. ഇവളെ കണ്ടിട്ട് തിരിച്ചു പോകും. മോളെ വാ. ഇതൊക്കെ അവളുടെ പണിയാ. അവൾക്ക് വേണ്ടി ഞങ്ങൾ ക്രിസ്മസും ഒക്കെ ആഘോഷിക്കും. എത്തിയ സഖാക്കള്. അതുകൊണ്ട് ഇന്നത്തെ കച്ചവടമൊക്കെ ഞങ്ങൾ പോന്നു. എന്റെ കാലിന് വയ്യാണ്ടായ പിന്നെ കച്ചവടമൊക്കെ ഉമ്മാരാണ് നോക്കണത്. ആ കാലിനിപ്പോൾ എങ്ങനെയുണ്ട്? നടക്കുമ്പോ നല്ല വേദനയുണ്ട്. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ, ഒന്ന് കുളിക്കണം. എന്നിട്ട് വേണം മോനെ കാണാൻ പോകാൻ. ആ പടെ 15 ദിവസമേ ഉള്ളൂ. എവിടെ പോണു നീ? ഇവിടെ നിന്നാ മതി. എന്നാ പിന്നെ നമുക്കൊന്ന് കൂടിയാലോ? എന്തെങ്കിലും ഒരു കാരണം കിട്ടാൻ കാത്തിരിക്കണു. മരുന്ന് ബ്രാൻഡിയാക്കാം.